അബ്ബാസ് അരഗാച്ചി ഇറാൻ്റെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണവുമായിട്ട് മുന്നോട്ട് പോകും. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അത് ഞങ്ങളുടെ പരമാധികാരത്തിൻ്റെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ്. ഇത് തന്നെയാണ് ഇറാൻ പ്രസിഡൻ്റായ പെസഷ്ക്യാനും പറയുന്നത്. ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള അമേരിക്കയുടെ വാദം പൂർണ്ണമായിട്ടും പൊളിയാണ്, അല്ലെ കള്ളമാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇറാൻ സിവിലിയൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നു. ഇതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുക? ഈ പ്രസ്താവന പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇറാൻ അമേരിക്ക വെല്ലുവിളിക്കുകയാണ്, ലോകത്തെ വെല്ലുവിളിക്കുകയാണ് എന്ന് തോന്നും. പക്ഷെ അതങ്ങനെ കണക്കാക്കേണ്ടതുണ്ടോ? ഓരോ രാഷ്ട്രത്തിനും ഇപ്പം ഇന്ത്യ ന്യൂക്ലിയർ പവർ എന്ന നിലയ്ക്ക് ശക്തമായി തീരുന്നത് അമേരിക്കയെ പോലും അറിയിക്കാതെയായിരുന്നു. കാരണം അമേരിക്കയെ അറിയിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ പ്രശ്നം ഉണ്ടാക്കി വന്നു. അതുകൊണ്ട് ഇന്ത്യ അമേരിക്കയെ പോലും അറിയിച്ചിരുന്നില്ല, ആരെയും അറിയിച്ചിരുന്നില്ല. നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്നതായിട്ടുള്ള പാകിസ്ഥാനെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും തന്നെ ഇവരുടെ ചാരക്കണ്ണുകൾ ആകാശത്തുണ്ട്. അപ്പോൾ ഈ പരീക്ഷണം നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ രാത്രിയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇത് നടത്തുന്നത് രാജസ്ഥാൻ മരുഭൂമിയിൽ തന്നെയായിരുന്നു. പാകിസ്ഥാനുമായി വളരെ അടുത്ത് കുറച്ച് ദൂരമുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവരുടെ എല്ലാവരുടെയും ചാരക്കണ്ണുകൾ വെട്ടിച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് വിസ്ഫോടനം നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിസ്ഫോടനം നടത്തിക്കഴിഞ്ഞ സമയത്താണ് ലോകം ഞെട്ടിയത്. അമേരിക്കയാണ് 7 നിലയിൽ ഞെട്ടിയത്. കാരണം വെച്ചാൽ ഇന്ത്യക്ക് ഒരിക്കലും കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക. അങ്ങനെ അവരെ നമ്മൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു സംഭവമാണ്. അത് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, സെൽഫ് റെസ്പെക്റ്റിൻ്റെ പ്രശ്നമാണ്, സോവറിറ്റിയുടെ പ്രശ്നമാണ്. ഇതെല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട്, അത് ഇറാനുമുണ്ട്. ഇപ്പോൾ ഇറാൻ അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തണം, ന്യൂക്ലിയർ പവറായി മാറിത്തീരണമോ, ആണവായുധങ്ങൾ നിർമ്മിക്കണം എന്നൊക്കെ അവർക്ക് തീരുമാനിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. എല്ലാ രാഷ്ട്രങ്ങൾക്കുള്ള പോലെ അമേരിക്കയ്ക്കുള്ളതുപോലെ. അമേരിക്കയ്ക്ക് എന്താണ് കൊമ്പുണ്ട? അമേരിക്കയ്ക്ക് മാത്രം ഇതെല്ലാം നിർമ്മിച്ചാൽ മതി എന്ന് പറയുന്നതിൽ എന്താ? അമേരിക്ക നിർമ്മിക്കുന്നുണ്ട്, റഷ്യ നിർമ്മിക്കുന്നുണ്ട്, അങ്ങനെ നിരവധി രാഷ്ട്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആണവ ആയുധങ്ങൾ നിർമ്മിച്ച് മറ്റ് രാഷ്ട്രങ്ങളുടെ മെക്കിട്ട് കയറാൻ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇറാനായി കഴിഞ്ഞാൽ ഇറാനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കുകയും നമ്മൾ അവൻ്റെ പത്തി ഓടിക്കാനായിട്ട് പറയുകയും ചെയ്യുന്ന ആ സമയത്താണ്. അതല്ലാതെ ആണവ പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തണ്ട എന്ന് തീരുമാനിക്കാൻ അമേരിക്ക ആരാണ്? ആ ക്വസ്റ്റ്യനാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും അതേപോലെ തന്നെ ഖൊമേനി അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇസ്രയേലും അതേപോലെ ഇറാനും തമ്മിൽ നടന്ന യുദ്ധകാലത്ത് യഥാർത്ഥത്തിൽ അമേരിക്കയാണ് ആ യുദ്ധത്തിന് കാരണം. അമേരിക്ക പറയുകയാണ് ഇസ്രയേലിനോട്, അടിക്കട അവനെ, ഞാൻ പറയണത് കേൾക്കുന്നില്ല. കാരണം എന്താണ്? ഇവരെ ഒരു സംഭാഷണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതെ. ആ സംഭാഷണത്തിൽ അമേരിക്ക പറയുന്ന ഉപാധികൾക്ക് അനുസൃതമായിട്ട് കീഴടങ്ങാനായിട്ട് അവർ തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ കീഴടങ്ങാൻ തയ്യാറല്ലാത്തതായ ഒരു രാഷ്ട്രത്തെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടയെ കൊണ്ട്, ഇസ്രായേലിനെ കൊണ്ട് എന്ത് ചെയ്യാണ്? ഇറാനെ അടിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. പക്ഷേ അത് ഫലപ്രദമായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് അവർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഈ അവരുടെ അയൺ ഡോം എന്ന് പറയുന്ന എല്ലാ മിസൈലുകളെയും പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവുള്ള അത്ഭുത ഉപകരണം എന്നവർ കരുതിയിരുന്ന ആ ഉപകരണത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിൻ്റെ പല 7 നില കെട്ടിടങ്ങളെയും ഇടിച്ചു നിരത്താനായിട്ട് അവരുടെ ഇറാൻ്റെ മിസൈലുകൾക്ക് കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേലിന് മനസ്സിലായി ഈ യുദ്ധമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാനെ വേണമെങ്കിൽ ഇടിച്ച് പൊളിച്ച് തകർക്കാനായിട്ട് പറ്റും, പക്ഷേ അപ്പോഴേക്കും തങ്ങളുടെ പാതി ഇടിഞ്ഞു പോകും എന്നവർ മനസ്സിലാക്കി. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് സമ്മാനം കിട്ടും. ഇപ്പോൾ ഗസയിൽ പോയിട്ട് ബോംബെറിയുന്നത് പോലെ അല്ല ഇത് എന്ന് ഉള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകുകയും അവസാനം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അമേരിക്ക പറഞ്ഞു എന്ന ഒരു പ്രിടെക്സ്റ്റിൽ, ഒരു കാരണത്തിൻ്റെ പുറത്ത് അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി പോവുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ അവരും കാണുന്നുണ്ട്, ഇറാനും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. അമേരിക്ക എന്താ പറഞ്ഞത്? ഈ ബങ്കർ ബ്ലസ്റ്റർ ബോംബിട്ട് അവൻ്റെ അണ്ടർഗ്രൗണ്ട് ആണവ നിലയങ്ങൾ തകർത്ത് കളയുന്നവർ അങ്ങനെ ആ ബങ്കർ ബസ്റ്റർ ബോംബ് ഇട്ടു. പക്ഷേ അത് തകർന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരുടെ പ്രതിരോധ ശക്തി അത്ര മാത്രം അവർ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അത് പല ലെയറിലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ലെയറൊക്കെ തകർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആണവ നിലയത്തിന് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് അത് സംരക്ഷിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ തുടരും, ഞങ്ങൾ ആണവായുധങ്ങൾ നിർമ്മിക്കും, പക്ഷേ അത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, ഞങ്ങൾ മറ്റാരും ആക്രമിക്കാനല്ല എന്ന് പറയുന്നിടത്തോളം കാലം
അതിനകത്ത് കയറി ഇടപെടേണ്ട കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ പരമാധികാരം, സുരക്ഷ, പുരോഗതി എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സിവിലിയൻ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തും. ഇതാണ് ഇവർ പറയുന്നത്. അങ്ങനെ നടത്തുന്ന ഞങ്ങൾക്കെതിരെ അമേരിക്കയോ മറ്റ് സഖ്യരാഷ്ട്രങ്ങളോ എന്തിനാണ് ഉപരോധം അല്ലെങ്കിൽ സമ്മർദ്ദമായിട്ട് വരുന്നത്? 33 വർഷങ്ങൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കൻ സൈന്യത്തോട് പറയുന്നത് പുതിയ ആണവ പരീക്ഷണങ്ങൾ നടത്താനായിട്ട്. അങ്ങനെയുള്ള ഒരാളാണോ ഞങ്ങളെ നിയന്ത്രിക്കാൻ വരുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് മറുപടി ഇല്ലാതായി പോത്തില്ല. അല്ല, അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റഷ്യ വളരെ പുതിയ ആണവായുധങ്ങൾ പ്രയോഗിച്ചു കഴിഞ്ഞു. അതെ, അതിൻ്റെ പരീക്ഷണം നടത്തിയതിൽ അവർ വിജയിച്ചു. അങ്ങനെ വിജയിച്ച സമയത്ത് റഷ്യ മറ്റു രാഷ്ട്രങ്ങൾ ഭയപ്പെടേണ്ട ഒരു ശക്തിയായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. ഇത് മറ്റുള്ള രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തി നിർത്താൻ വേണ്ടി തന്നെ നടത്തുന്ന പ്രയോഗങ്ങളാണ്, അതിലൊരു തർക്കമില്ല. അപ്പോൾ റഷ്യ അങ്ങനെ പരീക്ഷണം നടത്തിയ സമയത്താണ് അമേരിക്ക പറഞ്ഞ ഞങ്ങൾ ഇനിയും എന്ത് ചെയ്യും, പുതിയ ആണവ പരീക്ഷണങ്ങൾ നടത്തും. കാരണം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ ആണവ നിർവ്യാപന ഉടമ്പടി എന്ന് പറയുന്ന ഒരു സംഭവം ലോകത്തെല്ലായിടത്തും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയൊരു പീരീഡിൽ 5-10 വർഷങ്ങളുടെ ഒരു ചെറിയ പീരീഡിൽ അത്തരത്തിലുള്ള ഒരു സ്വഭാവം ലോകത്തിൻ്റെ മാറിപ്പോയി. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ലോകം ഈ അണ്വായുധങ്ങൾ ഒരിക്കലും ആരും ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലെത്തിയിരുന്നു ശരിക്കും പറഞ്ഞു. കാരണം എന്താണ്, നാഗസാക്കിയും ഹിരോഷിമയും നൽകുന്ന പാഠം അതാണ്. ലോകത്തൊരിടത്തും അത് പൊട്ടാൻ പാടില്ല, പൊട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ദുരന്തമുണ്ടാവും. എന്നുവെച്ചാൽ ലക്ഷക്കണക്കിന് മനുഷ്യ നിമിഷങ്ങൾക്കുള്ളിൽ കത്തിച്ചാമ്പലായി പോകുന്നു. അതിനേക്കാൾ ഏറെ ആളുകൾ ജീവിതകാലം മുഴുവനും അതിൻ്റെ പരിക്കുമായി ജീവിക്കാനായിട്ട് ബാധ്യസ്ഥരായി തീരുകയാണ് ചെയ്യുന്നത്. തമാശ കൂടി നമ്മൾ പറയാറുണ്ട്, ഈ പ്രദേശത്ത് ആളുകൾ കൈവീശി നടന്ന സമയത്ത് കൈ ചിലപ്പോൾ തെറിച്ചു പോകും. കാരണം വെച്ചാൽ റേഡിയേഷൻ സെറ്റ് അത് ദ്രവിച്ചു പോയിരിക്കാനാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ള അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ അണവായുധ പ്രയോഗം എന്ന് പറയുന്നത്. അതിനെതിരെ ലോകം അതിശക്തമായിട്ട് ചിന്തിക്കുകയും അണവായുധങ്ങൾ വേണ്ട എന്ന നിലക്ക് എല്ലാവരും എത്തിച്ചേരുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ 5-10 വർഷത്തിനിടയ്ക്ക് ലോകത്തിന് ഭ്രാന്തളകരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും യുദ്ധങ്ങൾ അല്ലേ. നമ്മളൊരിക്കലും അങ്ങനെ യുദ്ധം ഉണ്ടാവില്ല എന്ന് കരുതി ജീവിക്കുന്ന ഒരു കാലമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അമേരിക്കന് ഈ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നത് എന്തിനാണ്? യുദ്ധത്തിന് പകരമായിട്ട്, ആയുധങ്ങൾക്ക് പകരമായിട്ട് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ലോകം കീഴടക്കുക എന്ന് പറയുന്ന ഒരു ചിന്തയാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണ് ഈ കൊക്കോകോള എന്ന് പറയുന്ന സംവിധാനം വരുന്ന സമയത്ത് അതിൻ്റെ പരസ്യം തന്നെ ഇതാണ്: ലോകത്തെവിടെയും ഒരു അമേരിക്കൻ സോൾജിയർ ഉണ്ടെങ്കിൽ അവനിങ്ങനെ കൈ നീട്ടുന്ന സമയത്ത് കോള ടാംസ് റീച്ച് എന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ. നീ ഒന്ന് കൈ നീട്ടും, നിൻ്റെ കയ്യിൽ കൊക്കോകോള എത്തുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ലോകത്തെ എല്ലാ സ്ഥലങ്ങളിലേക്കും അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കുകയും അങ്ങനെ ലോകത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ആധിപത്യവും അതേപോലെ ഭൗതികമായിട്ടുള്ള ആധിപത്യം അമേരിക്കയ്ക്ക് ഉണ്ടാവണം എന്നാണ് അവരുടെ ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അവർ അമേരിക്കയിൽ ഫ്ലേവർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ കൊണ്ടുവന്നു. ഫ്ലേവർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ രുചിയെക്കുറിച്ച് പഠിക്കുകയും ആ രുചിയെ എങ്ങനെ അട്ടിമറിച്ച് പുതിയ രുചിയാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എത്തനിക് ടേസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ ഡീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ കുട്ടികൾ വിദേശ മിഠായികളൊക്കെ തന്നെ തൽപരമല്ലായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ. ആൽഫൻലീബെ പോലെയുള്ള മിഠായി ഇന്ത്യയിൽ വന്ന സമയത്ത് കുട്ടികൾ വേണ്ടെന്ന് ആദ്യം പറഞ്ഞ്, പിന്നീട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിനെ, കുട്ടികളുടെ ടേസ്റ്റിനെ ഒരു ഇടിച്ച് പൊളിച്ച് തകർത്ത് ആൽഫൻലീബെ പിള്ളേർക്ക് പ്രിയപ്പെട്ടതാക്കി മാറ്റി തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പ്രശസ്തമായിട്ടുള്ള ഒരുപാട് യൂറോപ്യൻ കമ്പനികളും അമേരിക്കൻ കമ്പനികളും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇരച്ചേറിയത്. മിഠായി നമ്മുടെ ഇവിടെ വേണ്ടി 25,000 ടിൻ ഫാക്ടറികളുണ്ടായിരുന്നു. മുഴുവൻ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് അടച്ചുപൂട്ടി. ഇതിന് പകരം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അമേരിക്കൻ കമ്പനിയുടെ പ്രശസ്തമായിട്ടുള്ള ബ്രാൻഡുകൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ വലിയ തരത്തിൽ മിഠായി വിൽപ്പന നടത്താനൊക്കെ അവർക്ക് കഴിയേണ്ടേ. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ആധിപത്യം സ്ഥാപിക്കാം എന്ന് പറയുന്ന കൺസെപ്റ്റായിരുന്ന WTO പോലെയുള്ളതായിട്ടുള്ള ലോക പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മളിപ്പോൾ ചർച്ചയ്ക്കിരിക്കുന്ന സമയത്ത് ഈ യുദ്ധം എന്ന് പറയുന്ന ഭ്രാന്തിലേക്ക് ലോകം തെന്നി വീണിരിക്കുകയാണ് ചെയ്യുന്നത്. ആ കാഴ്ചയാണ് നമ്മൾ ഈ കുറച്ച് നാളുകളായിട്ട് കാണുന്നത്. ഉക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത്, അതേപോലെ തന്നെ പലസ്തീൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അതിക്രമം എന്ന് പറയുന്നത്, ഇസ്രായേലും ഇറാനും തമ്മിലായിട്ടുള്ള യുദ്ധം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള യുദ്ധം, ആര് തമ്മിൽ ഏത് ദിവസവും ഒന്ന് മുള്ളിപ്പോൾ തെറിച്ചു എന്ന് പറയുന്ന കാരണം പറഞ്ഞിട്ട് വലിയ യുദ്ധം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇറാനോട് പറയുകയാണ്, നീ ആണവ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അതാണ് പ്രശ്നം. അവൻ്റെ സുരക്ഷിതത്വം, അവൻ്റെ പരമാധികാരം, സോവറിൻ പവർ,
അത് വെല്ലുവിളിക്കാൻ നീ ആരാടാ ട്രംപേ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് ഇറാൻ ഒരു കാര്യം കൂടെ പറയും, ഇനിയും അമേരിക്കയുമായിട്ട് നമ്മൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ നേരത്തെ നിങ്ങൾ വെച്ച പോലെ അസാധ്യവും അസംഭാവ്യവുമായ ചില നിബന്ധനകൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് വരരുത്, അല്ലാതെ നമുക്ക് ചർച്ച ഒമാൻ മധ്യസ്ഥനായിട്ട് വരുമല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചർച്ച നമുക്ക് നടത്തി മുന്നോട്ട് പോകാം. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന മാനവരാശിക്ക് വേണ്ടിയിട്ടുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഒരു കാരണവശാലും പിൻവാങ്ങില്ല. അതെ, ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് പറഞ്ഞത് സമാധാനത്തിന് വേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ ഹെഡിങ് ബുദ്ധൻ്റെ ചിരി എന്നാണ് കൊടുത്തത്. മനുഷ്യൻ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ സമാധാന പ്രതീകമാണ്. ഇന്ത്യ ഒരിക്കലും മറ്റ് ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നില്ല. അത് ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ്. അത് പറയാനുള്ള അവകാശം ഇറാനുമുണ്ട്, ആർക്കുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അവൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ തുടങ്ങിയാൽ അവനെ അടിച്ച് തകർക്കാം, അതിലൊന്നും തർക്കമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് സംവാദമാകാം, പക്ഷേ നിങ്ങൾ അസാധ്യമായത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഉപാധികളുമായിട്ട് സംഭാഷണത്തിന് വരരുത് എന്ന് മാത്രമാണ് ഇറാൻ പറയുന്നത്. സംസാരിക്കട്ടെ, സംസാരിച്ചൊരു സ്ഥലത്ത് എത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.